പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠമായ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഒരു ടേബിൾ നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ സബ്സ്റ്റൻസ്, പദാർത്ഥം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഘടകമൂലകങ്ങൾ, കെമിക്കൽ ഫോർമുല ഓഫ് ദി മോളിക്യൂൾ, തന്മാത്രയുടെ രാസസൂത്രം, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം, ഇങ്ങനെ 4 കോളത്തിലായിട്ടാണ് ടേബിൾ നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ സബ്സ്റ്റൻസ് ആയ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ. ഇവയുടെ മോളിക്കുലാർ ഫോർമുലയാണ് C12H22O11. ഇതിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ എണ്ണത്തിൻ്റെ അനുപാതമാണ് അടുത്ത കോളത്തിൽ നൽകിയിട്ടുള്ളത്, 12:22:11. രണ്ടാമത്തേത് ഗ്ലൂക്കോസിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. ഇവയുടെ മോളിക്കുലാർ ഫോർമുല C6H12O22 ആണ്. ഇതിൻ്റെ റേഷ്യോ 6:12:6 എന്നായിരുന്നു. നമ്മളതിനെ ചെറുതാക്കുമ്പോൾ 1:2:1 എന്ന് കിട്ടും. മൂന്നാമത്തേത് വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഇതിൻ്റെ കെമിക്കൽ ഫോർമുല H2O ആണ്. ഇതിൻ്റെ റേഷ്യോ ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിലാണ് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങൾ വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത പേജിൽ മോളിക്യൂൾ എന്താണ് അല്ലെങ്കിൽ തന്മാത്ര എന്താണെന്നാണ് പറയുന്നത്. 8ാം ക്ലാസ്സിൽ ആറ്റവും തന്മാത്രയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന, രാസപരമായി എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഈ പേജിൽ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്താണെന്ന് പറയുന്നുണ്ട്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള സ്വതന്ത്ര അവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര. ഏറ്റവും ചെറിയത് എന്താണ്? ഫ്രീ എക്സിസ്റ്റൻസ്. മോളിക്യൂൾ എന്താണ്? വിച്ച് ഷോസ് ഓൾ ദി പ്രോപ്പർട്ടീസ്, എല്ലാ സ്വഭാവവും കാണിക്കും, ഓഫ് ദി സബ്സ്റ്റൻസ് ആൻഡ് ഹാവ് എ ഫ്രീ എക്സിസ്റ്റൻസ്. പക്ഷേ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്ന എല്ലാ പ്രോപ്പർട്ടിയും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് കണ്ട ടേബിളിൽ വിവിധ സബ്സ്റ്റൻസുകളുടെ മോളിക്യൂൾ ഒരു പ്രത്യേക അനുപാതത്തിലാണ് ഇരിക്കുന്നതെന്നാണ് കണ്ടത്. ദ മോളിക്യൂൾ ഓഫ് ഈച്ച് സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ആറ്റംസ് കമ്പൈൻഡ് ഇൻ എ പർട്ടിക്കുലർ റേഷ്യോയിലാണ് എന്താണ് എല്ലാ എലമെൻസിലും മോളിക്യൂൾസ് ആറ്റം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻ്റ് സബ്സ്റ്റൻസ് ഡിഫർ? എങ്ങനെയാണ് വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പദാർത്ഥങ്ങൾ മാറുമ്പോൾ തന്നെ അവയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ റേഷ്യോയ്ക്കും വ്യത്യാസം വരാം. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ആറ്റം, എന്താണ് തന്മാത്ര, ഒരു കോമ്പൗണ്ട് തന്നാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റി ഒരു ചെറിയ ധാരണ ഞാൻ നിങ്ങൾക്ക് തരാം. H2O എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണ് ആണല്ലോ. H2O എന്ന് പറയുന്നത് വാട്ടറിൻ്റെ തന്മാത്രാ സൂത്രമാണ് അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുലയാണ്. 2H2 എന്നാണ് നൽകിയിരിക്കുന്നത്. 2H2O ഇതേത് കോമ്പൗണ്ട് ആണെന്ന് ചോദിച്ചാൽ H2O അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടാണിത്. ഇതിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എലമെൻറ്റ്സിൻ്റെ അവിടെ എന്ത് വരും? ഏതൊക്കെ എലമെൻറ്റ്സ് ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന രീതി. നോക്കിയേ, H2Oയുടെ ലെഫ്റ്റ് സൈഡിൽ വലുതായിട്ട് എഴുതിയിരിക്കുന്നതാണ്, ഇതാണ് മോളിക്യൂൾ. ഇതാണ് മോളിക്യൂൾസ്. എപ്പോഴും മോളിക്യൂളിൻ്റെ നമ്പർ ഈ സൈഡിലാണ് എഴുതുന്നത്, ലെഫ്റ്റ് സൈഡിൽ വലുതായിട്ടായിരിക്കും എഴുതുന്നത്. ഇനി ആറ്റം എഴുതുന്നത് എപ്പോഴും ഒരു എലമെൻറ്റിൻ്റെ വലത് സൈഡിൽ സബ്സ്ക്രിപ്റ്റായിട്ട് അല്ലെങ്കിൽ താഴെയായിട്ടായിരിക്കും ആറ്റത്തിൻ്റെ എണ്ണം എഴുതുന്നത്. ഓക്സിജൻ്റെ വലത് സൈഡിൽ താഴെ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ 1 ഒന്നുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ ആണോ? ഇനി നമുക്ക് എഴുതി നോക്കാം. ഹൈഡ്രജൻ H2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആറ്റത്തിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ 2 നമ്പറുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യണം.
ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ സബ്സ്ക്രിപ്റ്റായിട്ട് എഴുതിയിരിക്കുന്ന നമ്പറും ഇടത് സൈഡിലെ നമ്പറും കൂടെ ഇൻറ്റു ചെയ്യണം. 2 × 2 4. അപ്പം ഹൈഡ്രജന് H2 എന്നതിൽ 4 ആറ്റങ്ങളുണ്ട്. അടുത്തത് ഓക്സിജൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ട് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവിടെ ഒന്നുണ്ടെന്നാണ്. അപ്പം ഈ ഇതിന് രണ്ടും കോമണുമാണ്. അപ്പം 2 × 1, ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഒന്നെന്നാണ് അർത്ഥം. 2 × 1 2. അപ്പോൾ ഓക്സിജൻ്റെ 2 ആറ്റവും ഹൈഡ്രജൻ്റെ 4 ആറ്റവുമാണ് ഇതിനുള്ളത്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ്, വാട്ടറിൻ്റെ എത്ര മോളിക്യൂൾ ഇവിടെ അടങ്ങിയിട്ടുണ്ട്, വാട്ടറിൻ്റെ എത്ര മോളിക്യൂളാണ് ചേർന്നത്. നമുക്കറിയാം മോളിക്യൂളിൻ്റെ നമ്പർ എപ്പോഴും ഇടത് സൈഡിൽ വലുതായിട്ടായിരിക്കും എഴുതുന്നത്. അപ്പം വാട്ടറിൻ്റെ എത്ര മോളിക്യൂളുണ്ട്, 2 മോളിക്യൂൾ അടങ്ങിയിട്ടുണ്ട്. മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. നോക്കിയേ, ഇത് NH3 എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. NH3 അല്ലെങ്കിൽ അമോണിയ എന്നാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. അമോണിയയുടെ ഒരു കോമ്പൗണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ടിൻ്റെ പേര് എന്ത് എഴുതാം, NH3 അല്ലെങ്കിൽ അമോണിയ എന്ന് എഴുതാം. NH3യിൽ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ചേർന്നാണ് NH3 ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കെമിക്കൽ ഫോർമുല കാണുമ്പോൾ തന്നെ അറിയാം, നൈട്രജനും ഹൈഡ്രജനും ചേർന്നാണ് ഈ കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് ആറ്റംസ്, നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും എത്ര ആറ്റങ്ങൾ ചേർന്നാണ് ഈ കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നൈട്രജൻ്റെ സബ്സ്ക്രിപ്റ്റിൽ ഒന്നുമില്ലെങ്കിൽ അതിനർത്ഥം ഇവിടെ 1 ഉണ്ടെന്നാണ്. ഈ 7 2 പേർക്കും കോമൺ ആണ്. അപ്പം ആറ്റം കണ്ടുപിടിക്കാൻ 7 × 1 നമ്പർ ഓഫ് ആറ്റംസ്. നൈട്രജനിൽ നമ്പർ ഓഫ് ആറ്റംസ് 7 ആണ്. അടുത്തത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഈ 7 ഇതിന് കോമൺ ആണ്. 7 × 3 21. ഹൈഡ്രജൻ 21 ആറ്റംസ് ഉണ്ട്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾ, അമോണിയയുടെ എത്ര മോളിക്യൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമോണിയയുടെ മോളിക്യൂൾ എപ്പോഴും എഴുതുന്നത് ഇടത് സൈഡിൽ വലുതായിട്ടാണ്. എത്ര മോളിക്യൂളാണ്, 7 മോളിക്യൂൾ അടങ്ങിയിട്ടുണ്ട്. ആറ്റവും മോളിക്യൂളും എന്താണെന്നുള്ള ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പാഠഭാഗത്തിലേക്ക് തിരികെ വരാം. ദ മോളിക്യൂൾസ് ആർ ഫോംഡ് ബൈ ആറ്റംസ്. നമുക്ക് എന്ത് മനസ്സിലായി, ഏതൊരു മോളിക്യൂളും ഉണ്ടാകുന്നത് ആറ്റം ചേർന്നാണെന്ന് മനസ്സിലായി. ഇനി പറയുന്നത് ഈ ആറ്റത്തിനും ഉള്ളിൽ ചില പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ആറ്റത്തിനുള്ളിലുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ്. സബ് അറ്റോമിക് കണങ്ങൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഈ ആറ്റത്തിലുള്ള പ്രധാനപ്പെട്ട 3 കണങ്ങളാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത്. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആറ്റത്തിനുള്ളിലായതുകൊണ്ട് തന്നെ എന്തായാലും ഇവയുടെ വലിപ്പം ആറ്റത്തിനെക്കാട്ടിൽ ചെറുതായിരിക്കും. ഈ ക്ലാസ്സിൽ ഇവയുടെ ചാർജ് എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. എങ്ങനെ ഓർക്കാം, പോസിറ്റീവ്, പ്രോട്ടോൺ P പോസിറ്റീവ് എന്ന് ഓർക്കാം. ന്യൂട്രോണിന് ചാർജ് ഇല്ല, നോ ചാർജ് ആയിരിക്കും. ന്യൂട്രോണിന് നോ, NN, ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക.